നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ തൊടുകുറി റീഡിംഗ് മാത്രമല്ല, നിങ്ങളുടെ മനസ്സും പ്രപഞ്ച ഊർജവും തമ്മിൽ നടക്കുന്ന ഒരു അത്ഭുതകരമായ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മൈൻഡ് റീഡിംഗ് തൊടുകുറിയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് അതിശക്തമായ പ്രകാശഗോളങ്ങൾ കാണാൻ കഴിയും. ഒന്നാമത്തേത് നീല നിറത്തിലുള്ള ദിവ്യപ്രകാശവും രണ്ടാമത്തേത് സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള ദിവ്യപ്രകാശവും. ഈ രണ്ട് പ്രകാശങ്ങൾ വെറും നിറങ്ങളല്ല, ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഊർജവും വൈബ്രേഷനും ആത്മീയ സന്ദേശവുമുണ്ട്. നിങ്ങളുടെ മനസ്സ് ഏത് പ്രകാശത്തിലേക്കാണോ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നത്, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരിക്കലും തിടുക്കത്തിൽ തിരഞ്ഞെടുക്കരുത്. ആദ്യം നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ പ്രപഞ്ച ശക്തിയെയോ മനസ്സിൽ ധ്യാനിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ വ്യക്തമായി ചിന്തിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഈ രണ്ട് പ്രകാശങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രകാശം മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ പ്രകാശം യാദൃച്ഛികമല്ല. നിങ്ങളുടെ മൈൻഡും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും പ്രപഞ്ച ഊർജവും ചേർന്നാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്ന ഫലങ്ങളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നിങ്ങൾ ഇതുവരെ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന അദൃശ്യ ശക്തികൾ, ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സാധ്യതയും മാറ്റങ്ങളും, ഭാഗ്യ അവസരങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈ റീഡിംഗ് ഒരു ആത്മീയ മാർഗനിർദ്ദേശം മാത്രമാണ്. അതിനാൽ പൂർണ്ണ വിശ്വാസത്തോടെയും പോസിറ്റീവ് മനസ്സോടെയും അവസാനം വരെ ഈ വീഡിയോ കാണുക. പലർക്കും അവരുടെ ജീവിതവുമായി അതിശയകരമായ സാമ്യം ഈ റീഡിങ്ങിൽ കണ്ടെത്തുവാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു പ്രകാശം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രത്തിലെ നീല ദിവ്യപ്രകാശമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തൊടുകുറി ഫലങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ, അതായത് ഈ തൊടുകുറി പ്രകാരം നിങ്ങൾ ഈ നീലപ്രകാശം തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പറയുവാൻ സാധിക്കുന്നത്, നിങ്ങളെപ്പോലെ ഇത്രയും സഹനശക്തിയുള്ള മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ ഉറപ്പായും പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ നേരിട്ട, അല്ലെങ്കിൽ ത്യാഗവും സഹിച്ച, അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങളും ത്യാഗവും സഹിച്ച, അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വളരെ വിരളമായിരിക്കും എന്നതാണ്. അതായത് നിങ്ങളുമായിട്ട് അവരെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അത് വളരെ ചെറുതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയുവാനുള്ളത്, എത്ര വലിയ വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ്, അത് അപാരം തന്നെയാണ് എന്ന് അംഗീകരിച്ച് തരേണ്ടി വരും പറയുവാൻ. കാരണം ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ, അതുപോലെ ഈ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നതിൽ എങ്കിൽ അവർക്ക് ഈ സമയം അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ. നിങ്ങളുടെ സഹനശക്തി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ആ ഒരു ആയുധം എന്ന രീതിയിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുധം വെച്ച് തന്നെയായിരിക്കും ഇനിയുള്ള കാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെല്ലാം പോരാടി നിങ്ങൾ പിടിച്ചെടുക്കുവാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള വിപരീത പ്രവൃത്തികൾ നിങ്ങൾക്ക് താങ്ങാൻ ആകുന്നതല്ല എന്നതാണ്. ഇതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം, ഇങ്ങനെയുള്ള ചില സങ്കടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നും ഈ അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനോവിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം നിങ്ങൾക്ക് ഇവിടെ എടുത്തു പറയുവാനുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ, വരുന്ന 5 ദിവസത്തിനുള്ളിൽ ചില പോസിറ്റീവായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും
എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് മറക്കേണ്ട. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതിസന്ധികളോട് പടവെട്ടി നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 ദിവസം കൂടുന്തോറും ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള ഓരോരോ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ ആ പ്രപഞ്ചശക്തി തരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ആ ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇനി മുതൽ നിങ്ങളത് അറിയും. അത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇപ്പോൾ ഈ തൊടുകുറിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഇനി മുതൽ നിങ്ങളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. എന്താണ് ഇതിൽ ഇത്ര ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ തീവ്രമായിട്ട് ഈ സമയങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ 5 ദിവസത്തിലൊരിക്കൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഉദാഹരണമായിട്ട്, നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. എന്നാൽ നിരവധി പ്രാവശ്യം നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ചിട്ടി നറുക്കെടുപ്പുകൾ പങ്കെടുത്തു, അത് കിട്ടിയില്ല. ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു നോക്കി, അതിൽ നിന്നും ഒരു സമ്മാനം ലഭിച്ചില്ല. മറ്റൊരാളോട് കുറച്ച് ദിവസത്തേക്ക് വായ്പ സഹായമായിട്ട് കുറച്ച് പണം ചോദിച്ചു, എന്നിട്ടും കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും. അതായത് ഒരു ലോട്ടറി എടുക്കണം, മാത്രവുമല്ല ആ ലോട്ടറിയുടെ അവസാനത്തെ നമ്പർ ഏതായിരിക്കണം എന്നുകൂടി നിങ്ങൾക്ക് ആ സമയത്ത് ഒരു വെളിപാട് ഉണ്ടാകും. അതായത് മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ ആ നമ്പർ ഉപയോഗിച്ച്, ആ തോന്നലുണ്ടായ ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ആ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുക അത് നിങ്ങൾ മറ്റൊരാളോട് കടം ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയാണ് ഈ പറഞ്ഞ 5 ദിവസത്തിനുള്ളിൽ, അല്ല എങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഓരോരോ 5 ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു ഭാഗ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നതാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായിട്ട് ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് നടത്തി തരുവാൻ ദൈവത്തിന്റെ പ്ലാൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴും ശ്രദ്ധയോടുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ 5 ദിവസം കൂടുന്തോറും നിങ്ങളുടെ കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിച്ചിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഭഗവതി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ, അതായത് രക്തപുഷ്പാഞ്ജലി ആകാം, അതല്ല എങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ആകാം. ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും ഉത്തമമായിരിക്കും. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നേരിട്ട് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത്, അല്ല എങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ് എങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ആരെ കൊണ്ടെങ്കിലും പറഞ്ഞ്, അതായത് ക്ഷേത്രങ്ങളിൽ നടത്തിയാലും മതി. മാത്രവുമല്ല, ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേര്, ജനന തീയതി, ജനന മാസം, വർഷം എന്നിവ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നോക്കി അതിലെന്താണ് പോരായ്മ എന്ന് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ 1ാമത്തെ ചിത്രമായിട്ടുള്ള നീല ദിവ്യ പ്രകാശം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2ാമത്തെ ചിത്രത്തിലുള്ള മഞ്ഞ ദിവ്യ പ്രകാശം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒന്നാമതായിട്ട് ഇവിടെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് 2 മേഖലകളിലാണ്, അതായത് 2 കാര്യങ്ങളിലാണ്. അതിലൊന്ന് ധനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റൊന്ന് ശാരീരികവും മാനസികവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അസ്വസ്ഥതകളും. അപ്പോൾ ഈ പറഞ്ഞ 2 മേഖലകളിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത്. മാത്രവുമല്ല, നിങ്ങളിൽ ചില ആളുകളുടെ കാര്യം നോക്കിയാൽ, അതായത് ഇതെല്ലാവർക്കും ഒരേപോലെ സംഭവിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല. എന്നാലും ഭൂരിഭാഗം ആളുകളുടെയും കാര്യം നോക്കിയാൽ മറ്റൊരാളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾ അവരെ നിങ്ങളുടെ ആ ഒരു മനസാക്ഷി വെച്ച് ഈ പറഞ്ഞതുപോലെ പണം നൽകി സഹായിച്ചു, അല്ല എങ്കിൽ
നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ അവരെ നിങ്ങൾ ശാരീരികമായും മാനസികമായും സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ല എങ്കിൽ അല്പം ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ അന്ന് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല എങ്കിൽ സഹപ്രവർത്തകരോ ആര് തന്നെയാണെങ്കിലും ശരി, അവർ ആരും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഇപ്പോൾ തരുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ഒരു തൊടുകുറി ഫലപ്രകാരം കാണുവാൻ സാധിക്കുന്നത് അതാണ്. മാത്രവുമല്ല, ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട്. അതിപ്പോൾ എന്തൊക്കെ രീതിയിലാണെന്ന് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കില്ല. എന്നാൽ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മറ്റാരോ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്ത അബദ്ധങ്ങൾക്ക് അല്ല എങ്കിൽ കളവുകൾക്ക് നിങ്ങൾ ഉത്തരവാദി ആകേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതല്ല എങ്കിൽ സുഹൃത്തിന്റെ ദുരവസ്ഥ കണ്ട് മറ്റൊരാളിൽ നിന്നും കുറച്ചു പണം കടം മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉറ്റ സുഹൃത്തിനെ സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ തലവെട്ടം കണ്ടാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത ഫലങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൊടുകുറി ഫലപ്രകാരം നമുക്കിവിടെ പറയുവാൻ സാധിക്കുന്നത്, യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് യാത്രാവേളകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്ന് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാത്രാവേളകളിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചില സുഹൃത്തുക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെടുവാൻ ഇടയാകും. അത് പിന്നീട് സൗഹൃദമായിട്ട് വളർന്ന് ഒരിക്കലും വിട്ടുപിരിയാനാകാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധമായിട്ട് അങ്ങോട്ട് വളരുവാനും സാധ്യത കാണുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പ്രാരാബ്ദങ്ങൾ ആ സുഹൃത്ത് അങ്ങോട്ട് ഏറ്റെടുക്കും. അതായത് ആ സുഹൃത്ത് അത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ആ സമയത്ത് സംജാതമാകും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രവുമല്ല, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഷ്ടതകൾ ഉള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ സമയം ആ സുഹൃത്ത് മുഖേന നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാനും കഴിയും. ഇതിനെല്ലാം നിങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5 ദിവസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളാണ്. അതായത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അതിന് യാതൊരുവിധ നിയന്ത്രണവുമില്ല. അങ്ങനെ പ്രത്യേകം പരിധികളൊന്നും ഇതിന് പറയുവാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതൊരു തീർത്ഥാടനമായിരിക്കാം, അല്ല എങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നതായിരിക്കാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ 5 ദിവസം കൂടുന്തോറും, അല്ല എങ്കിൽ 5, 10, 15 ഇങ്ങനെ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്താണോ അതിന് ഉതകുന്ന രീതിയിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെയുള്ള യാത്രകൾക്ക് നിങ്ങൾ പോകുമ്പോൾ പുതിയ ചില സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടോ, അഥവാ നിങ്ങളുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ അത് കേൾക്കുവാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നിശ്ചയമായിട്ടും ഉറപ്പിക്കുക, അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രയോജനമുണ്ടായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭഗവതി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലികൾ നടത്തുക. അതും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ, അല്ല എങ്കിൽ ജീവിത വിജയത്തിലേക്ക് നടന്നെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞ ദിവ്യപ്രകാശം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രമാത്രം കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.